ഹലോ ഗായ്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുഞ്ഞൊരു യാത്ര പോവുകയാണ്. തൃപ്രയാർ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. കുറേ നാളായി വിചാരിക്കണു അമ്പലത്തിൽ പോയിട്ടൊന്ന് തൊഴണമെന്ന്. പക്ഷേ ഓരോരോ കാരണം കൊണ്ട് അത് നീങ്ങിപ്പോയി. കർക്കിടക മാസത്തിൽ പോകണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പോൾ ഇനിയും വെച്ച് വൈകിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ദിവസം ലീവാക്കിയിട്ട് പോവാണ് ഉണ്ടായത്. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് മഴക്കാറോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം നമ്മൾ കോട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ബാഗ്, പേഴ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ കഷ്ടകാലത്തിന് നമുക്ക് മഴ കിട്ടി വഴിക്ക് പോകുന്നിടത്ത്. ആദ്യം ചെറിയ ചാറലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗുരുവായൂരൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നല്ല മഴ കിട്ടി. അപ്പോൾ ഞങ്ങളൊരു കടയുടെ ഫ്രണ്ടിലൊക്കെ കയറി നിന്നു. പിന്നത്തെ ആകാശത്തിൻ്റെ അവസ്ഥ ഇതാണ്. തൃപ്രയാർ അമ്പലത്തിൽ എത്താറാകുമ്പോഴത്തേനും മഴയൊക്കെ മാറിയിട്ടോ. അപ്പോൾ ആകാശം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. മഴക്കാറ് അപ്പുറത്ത്, തെളിഞ്ഞ ആകാശം ഇപ്പുറത്ത്, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഒരുവിധം അമ്പലത്തിലെത്തി. നമ്മുടെ അവിടെ നിന്ന് അത്യാവശ്യം കിലോമീറ്റർ ഉണ്ട് കേട്ടോ തൃപ്രയാർക്ക്. അങ്ങനെ നമ്മൾ ഇതാ അമ്പലത്തിൻ്റെ കവാടത്തിൻ്റെ അവിടെ എത്തി. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കർക്കിടക മാസം ആ ഒരു ടൈമിലാണല്ലോ നാലമ്പലത്തിൻ്റെ ദർശനത്തിൻ്റെ സമയത്തൊക്കെയാണ് ഭയങ്കരമായിട്ട് തിരക്കുണ്ടാവുക. അപ്പോൾ തിരക്കൊക്കെ കുറച്ച് ഒഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതതിൻ്റെ ശേഷം എടുക്കുന്ന വീഡിയോ ആണിത്. അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അമ്പലത്തിൻ്റെ കവാടത്തിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. മുകളിലൊക്കെ നമ്മുടെ കർക്കിടക മാസത്തിൽ ദർശനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അവിടെയൊക്കെ അലങ്കരിച്ചിട്ടുണ്ടാവുക. അത് ഇതിന് മുന്നേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. അത് നമ്മൾ കയറി തൊഴുതു, അവിടെ പ്രസാദമൊക്കെ മേടിച്ചു നമ്മൾ തിരിച്ച് പോവുകയാണ്. അങ്ങനെ നമ്മൾ പിന്നെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഞാൻ സാധാ ദോശ മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ അവിടെ മസാല ദോശയാണ് ഉണ്ടായിരുന്നത്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത്രയും വലിയൊരു ദോശ തിന്നാനുള്ള ഒരാൾ ഞാനില്ല, അതാണ് പ്രശ്നം. അവസാനം എന്താ പറയുക, കഷ്ടപ്പെട്ടിട്ട് കഴിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ പോലത്തെ ഒരവസ്ഥയിൽ വലിയ ദോശയായിരുന്നു കേട്ടോ. ഭക്ഷണത്തിനോടൊക്കെ ഭയങ്കര ആക്രാന്തമാണ്. പക്ഷേ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഫുഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട്. പെട്ടെന്ന് വയറ് നിറഞ്ഞ പോലെ എനിക്ക് തോന്നും. അങ്ങനെ നമ്മൾ പിന്നെ പോയത് കാനാടിക്കാവ് അമ്പലത്തിലേക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവണയങ്കാട് അമ്പലത്തിലും പെരിങ്ങോട്ടുകര ദേവസ്ഥാനമൊക്കെ വന്നപ്പോൾ നമ്മൾ കാണാതെ പോയൊരു അമ്പലമാണിത്. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു എൻ്റെ തൊട്ടപ്പുറത്ത് കാനാടിക്കാവ് പറഞ്ഞിട്ടുള്ളൊരു അമ്പലമുണ്ട്, അപ്പോൾ അതും കൂടി പോയിട്ട് തൊഴാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ തൃപ്രയാർ അമ്പലത്തിൻ്റെ അവിടുന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ കാനാടിക്കാവ് അമ്പലത്തിലേക്ക്. അപ്പോൾ ഒരാളിത് അവിടെ കാഴ്ച കണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം കാണാൻ നല്ല ഭംഗിയാണ്. ആ കുളത്തിൻ്റെ അവിടെയൊക്കെ ഒരുപാട് ശിലകളുണ്ട്. പിന്നെ ശിവനും പാർവതിയും അവരുടെ ശിലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് വേറൊരു കാര്യം ഒരാളെ ശ്രദ്ധയിൽ വിട്ടത്, ഈ തെങ്ങൊക്കെ എങ്ങനെ കയറുമെന്ന്. അപ്പോൾ ആൾ തെങ്ങ് കയറാൻ പോണ ആളാണല്ലോ. അപ്പോൾ അവിടെ കൊട്ടയൊക്കെ കെട്ടി വെച്ചിട്ട് തേങ്ങ അതിലേക്കാണ് വീഴുന്നത്. അപ്പോൾ ഇത് തെങ്ങ് കയറേണ്ടി വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കയറുണ്ടാവുക എന്നൊക്കെ ചോദിക്കാൻ ആൾ. അപ്പോൾ ഞാനും വിചാരിച്ചു എങ്ങനെയായിരിക്കുമല്ലേ കയറുന്നുണ്ടാവുക എന്ന്. അപ്പോൾ നമ്മൾക്ക് ഉത്തരം കിട്ടാത്തൊരു ചോദ്യവുമായിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. തൊട്ടപ്പുറത്ത് തന്നെയാണ് സ്നേഹതീരം ബീച്ച് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ബീച്ച് എപ്പോഴും നമ്മുടെ ഒരു വീക്ക്നെസ് ആണല്ലോ. എനിക്ക് കടൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടലും കൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം. അപ്പം നമുക്ക് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ തൊട്ട് അപ്പുറത്ത് പോയി ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. ഇവിടെയൊക്കെ നല്ല വെയിലാണ്. അപ്പോൾ തൊട്ടപ്പുറത്ത് പോയി തണലത്ത് പോയിരുന്നു കുറച്ച് നേരം കടൽ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടന്നു പോണ വഴിക്ക് എൻ്റെ പാവാട കുറേ ചപ്പും ചമ്മലൊക്കെ വലിച്ചു കൊണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദൂരം നടന്നിട്ട് അതൊക്കെ വൃത്തിയാക്കലായിരുന്നു പരിപാടി. പാവാടയുടെ സൈഡിലാണ് വെച്ചിങ്ങ എന്തെങ്കിലുമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അത് പോവാൻ ഭയങ്കര പാടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വേറൊരു പണിയും കൂടി ഇങ്ങിട്ടിട്ടുണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു പാലത്തിൻ്റെ മുകളിലൂടെ തന്നെ നടന്ന് അവിടെ എത്തായിരുന്നു. അപ്പോൾ ഞങ്ങളത് കാണാതെ റൈറ്റ് സൈഡിൽ കൂടെ ഒരു കാട് പോലത്തെ ഒരു സ്ഥലത്ത് കൂടെയാണ് പോയത്. അപ്പോൾ കുറച്ച് ദൂരം നടന്നപ്പോൾ ഞങ്ങൾക്ക് തന്നെ തോന്നി ഇനിയിപ്പോൾ വഴി തെറ്റിയിട്ടുണ്ടാവുമോ, ഇത് കൂടെയൊക്കെ ആൾക്കാർ നടന്ന് വരുമോ എന്നൊക്കെ തോന്നിയിട്ടാണ്. കുറച്ച് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ എന്നാലും നമുക്ക് കുറച്ച് ദൂരം കൂടി പോയി നോക്കാം, നടന്ന് നോക്കാം എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അവിടെ വഴി അങ്ങോട്ടൊന്നും കാണാൻ അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് വരാമല്ലോ, എന്നിട്ട് ആരോടെങ്കിലും ചോദിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പോയപ്പോൾ അവിടെ എത്തി. പക്ഷേ കുറച്ച് കാട്ടുകൂടെയാണ് നടന്നു പോയത്. വഴി കണ്ടതോട് കൂടിയിട്ട് വീഡിയോഗ്രാഫർ വീഡിയോ എടുക്കൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് എങ്ങനെയും നടന്ന് അങ്ങോട്ട് എത്തണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ അത് കാരണം കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പോയ വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ നടന്ന് അവിടെ എത്തി. അതിൻ്റെ ഉള്ളിലെ പാർക്ക്, അതുമാതിരി കുറേ ചായക്കടകൾ പോലെ ഒക്കെ കാണാൻ നല്ല ഭംഗിയുള്ള ഓരോരോ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒന്നും ആൾക്കാരുണ്ടായിരുന്നില്ല. ഈ 11 മണി സമയമൊക്കെ ആയ കാരണം കൊണ്ട് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. മിക്കവാറും വൈകിട്ട് സമയങ്ങളിലൊക്കെ ആയിരിക്കും അവിടെ ആൾക്കാരും തിരക്കൊക്കെ വരുന്നുണ്ടായിരിക്കുക.
അപ്പോഴല്ലേ വെയിലൊക്കെ ആറിയിട്ട് ആൾക്കാർക്ക് വരിക. പിന്നെ അവിടുത്തെ പാർക്കിൽ എന്തോ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ അടച്ചിട്ടേക്കാണ്. കണ്ടോ, ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് സുഖമായിട്ട് റെസ്റ്റ് ചെയ്യാം, വെയിലൊന്നും കൊള്ളാതെ. അപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്ത് വലിയൊരു മീനിനെ കണ്ടു. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോവാണ് അതിനെ കാണാൻ വേണ്ടിയിട്ട്. അത് ഉണ്ടാക്കി വെച്ചേക്കണ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പോയിട്ടൊന്ന് നോക്കി, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കി. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ പോയിട്ട് റെസ്റ്റ് ചെയ്തു കേട്ടോ. അവിടെ ഇരുന്ന് കുറച്ച് നേരം കടലൊക്കെ കണ്ടു. പിന്നെ അവിടെ ചൂണ്ട ഇടണുണ്ടായിരുന്നു ആൾക്കാർ. തൊട്ട് അപ്പുറത്ത് കുറച്ച് അകലായിട്ടാണ്. നമ്മൾ അവിടേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് നേരം അവിടെ പോയി ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് തന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ആ കല്ലിൻ്റെ അവിടെ നല്ലോണം ഇറങ്ങിയിട്ടല്ല, കല്ലിൻ്റെ തൊട്ടപ്പുറത്ത് നിന്നിട്ട് അവിടെയൊക്കെ നടക്കാനും കാണാനും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. വെയിലാറിയിട്ടുള്ള സമയമായിരുന്നു ചിങ്ങ കുറച്ചും കൂടിയും രസമായനായിട്ട്. അത് നല്ല ചൂട്, ഭയങ്കര വെയിലും ചൂടൊക്കെ എടുത്തിട്ട് അവിടെ അധികം നേരം നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ പോയിരുന്നു. എന്നിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ലാസ്സിലേക്ക് പോകാനാണ് ഉണ്ടായത്. ഒരു 10-15 മിനിറ്റൊക്കെ അവിടെ ഇരുന്നിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്പലത്തിലേക്ക് പോയ വിശേഷം, സ്നേഹതീരം ബീച്ച് കാണാൻ പോയ വിശേഷമൊക്കെ ഉള്ളൊരു വ്ളോഗായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഗായ്സ്.